ഹായ് ഹലോ നമസ്കാരം. ബസൂക്ക ഒരുപാട് കാലങ്ങളായിട്ട് ആർട്ട് ഫിലിമുകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ് മമ്മൂക്ക. കഴിഞ്ഞ കാലങ്ങളായിട്ട് സംസ്ഥാന പുരസ്കാരം നേടിയിട്ടുള്ള നൻപകൽ നേരത്ത് മയക്കം അടക്കമുള്ള സിനിമ, ബ്രഹ്മയുഗം അടക്കമുള്ള സിനിമ, കണ്ണൂർ സ്കോർ അടക്കമുള്ള ഒരു ത്രില്ലിംഗ് മെത്തേഡ്, ഒരു പോലീസ് ജേണി കാഴ്ചവെച്ചിട്ടുള്ള സിനിമ, ടർബോ അടക്കമുള്ള ആക്ഷൻ ഫിലിമുകളെല്ലാം ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ്. മമ്മൂട്ടി കമ്പനിയും മറ്റ് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളായിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു ആക്ടറാണ് മിസ്റ്റർ മമ്മൂക്ക. അദ്ദേഹത്തിൻ്റെ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു ബസൂക്ക എന്ന് പറയുന്നത്. കാരണം പ്രത്യേകിച്ചൊരു സ്റ്റൈലിഷ് ക്യാരക്ടർ പുള്ളിക്കാരൻ കുറച്ച് കാലങ്ങളായിട്ട് അബ്രഹാമിൻ്റെ സന്തതികളും അതുപോലെ തന്നെ ഗ്രേറ്റ് ഫാദറും ഒക്കെയാണ് ഒരു സ്റ്റൈലിഷ് ക്യാരക്ടറായിട്ട് പുള്ളിക്കാരൻ വന്നിട്ടുള്ളത്. 2019 അബ്രഹാം സന്തതി ഇറങ്ങുമ്പോഴൊക്കെ ഒരു സ്റ്റൈലിഷ് ലുക്കും കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. വിത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ടൈറ്റിൽ ക്യാരക്ടറൊക്കെ അടിപൊളിയായിരുന്നു. അതിനൊക്കെ ശേഷം ഒരു സിനിമയാണ് ബസൂക്ക. ഡിനോ ഡെന്നീസാണ് ഇതിൻ്റെ, കലൂർ ഡെന്നീസ് സാറിൻ്റെ മകൻ ഡിനോ ഡെന്നീസാണ് ഇതിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എല്ലാം ചെയ്തിരിക്കുന്നത്. ബസൂക്കയ്ക്ക് കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഞാൻ ആദ്യം അതിൻ്റെ ഒരു കുറച്ച് ബുദ്ധിമുട്ട് പറയാം. കാരണം ബസൂക്ക ചെയ്തിട്ടുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ബസൂക്ക സ്ക്രിപ്റ്റ് ബേസ് എല്ലാം ഓക്കെയാണ്, ഒരു ഗെയിം ത്രില്ലർ പരിപാടിയാണ്. ഈ സ്ക്രിപ്റ്റ് ഓൾറെഡി മമ്മൂക്ക ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഇത് ഡിനോ ഡെന്നീസിനോട് തന്നെ ഇത് ഡിറക്റ്റ് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹത്തിന് വലിയ അസോസിയേറ്റ് ആയിട്ടൊന്നും വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും ഇല്ലാത്തൊരു ഡയറക്ടറാണ്. അപ്പോൾ അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം പ്രത്യേകിച്ച് ഇത്രപോലെ ഒരു ഗംഭീരമായിട്ടൊരു ആക്ടറെ വെച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ളൊരു ചലഞ്ചാണ്. പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ഡയറക്ടർ അത് ഗംഭീരമായിട്ട് പുള്ളിക്കാരൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ പല സീനുകളിലും അത് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നിഷാദ് സാറിൻ്റെ, ഐ എം വെരി സോറി സർ, ഹീസ് പാസ്ഡ് അവേ. നിഷാദ് സാറിൻ്റെ എഡിറ്റിംഗ് എനിക്ക് തോന്നുന്നു നിഷാദ് സാറിൻ്റെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ശേഷം വന്ന പ്രവീൺ, അദ്ദേഹമാണ് അത് കണ്ടിന്യൂ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കുറച്ച് പോരായ്മകൾ കാണിക്കുന്നുണ്ട്. എഡിറ്റിങ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം സീൻ ടു സീൻ നമ്മൾ കാണിക്കുമ്പോൾ, പ്രത്യേകിച്ച് അതിൽ ഫ്ലാഷ് ബാക്ക് സീനുകളൊക്കെ ബസൂക്ക സ്റ്റാർട്ടിങ് മുതൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷനൊക്കെ പല സ്ഥലത്തും അതിൻ്റെ കോപ്പി പേസ്റ്റുകൾ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. പിന്നെ നമ്മുടെ സൈദ് അബ്ബാസ് BGM സ്കോറ് മാക്സിമം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുതിയ പയ്യനാണ്, വേറെ പയ്യനാണോ ഇനി ഇപ്പോൾ മറ്റേ ആണെന്ന് അറിയില്ല. പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ഫിലിം ആണെന്നാണ് എൻ്റെ അറിവ്. അത് ചെയ്യുമ്പോൾ ഒരു 10 സിനിമയ്ക്കുള്ള BGM ബസൂക്കയിൽ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അത്രയൊന്നും വേണ്ട ആവശ്യമില്ല. ഒരു സിനിമയിൽ കുറച്ച് കൊടുത്താൽ പോരെ. വലിയ അതേ തന്നെ എനിക്ക് ഫസ്റ്റ് ഫിലിം ആയതുകൊണ്ടായിരിക്കാം കയ്യിലുള്ള ഫുള്ള് പൾസ് ഇട്ട് നമുക്ക് അടുത്ത കൊല്ലം ഗ്രോത്ത് വേണ്ടേ, അടുത്ത കൊല്ലം ഗ്രോത്ത് വേണം, അതിൻ്റെ അടുത്ത കൊല്ലം ഗ്രോത്ത് വേണം അല്ലേ, അടുത്ത കൊല്ലം നമുക്ക് സിനിമ ചെയ്യണം, വീണ്ടും സിനിമ ചെയ്തുകൊണ്ടിരിക്കണം. കയ്യിലുള്ള സ്റ്റോക്ക് ഫുള്ള് നമ്മൾ ഫസ്റ്റ് പടത്തിലിടാൻ പാടില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് സൈദ് അബ്ബാസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല സീനുകളിലും എനിക്കാണ് ഫീൽ ചെയ്തിട്ടുണ്ട്. പല സീനുകളിലും നമുക്കിടെ ഇൻട്രോ ഗംഭീരമായിരുന്നു, ടൈറ്റിൽ കാർഡൊക്കെ രസമായി ചെയ്തിട്ടുണ്ട്. ആസ് എ ഫാൻ ബോയ് രസമായിട്ട് തിയേറ്ററിലെ റെസ്പോൺസൊക്കെ അടിപൊളിയായിരുന്നു. ഒരുപാട് കാലത്തിന് ശേഷം പുള്ളിക്കാരൻ മെഗാസ്റ്റാർ എന്നുള്ള ടൈറ്റിൽ കാർഡ് കാണാൻ സാധിച്ചു. രസമായിട്ട് ആ ടൈറ്റിൽ കാർഡ് ചെയ്തിട്ടുണ്ട്. സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നു ടെമ്പിൾ റണ്ണ്, ട്രഡീഷണൽ ഗെയിമായിട്ടുള്ള ടെമ്പിൾ റണ്ണ് മുതൽ നോർവേയിലുള്ള ഒരുപാട് പരിപാടികൾ, ഗെയിംസുകളും അതുപോലെ തന്നെ മണി ഈസ്റ്റിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ സിനിമയിലുണ്ട്. ഗെയിം ത്രില്ലർ മൂഡിലാണ് സിനിമ പോകുന്നത്. വിത്ത് കുറച്ച് ഫ്ലാഷ് ബാക്കുകളൊക്കെ പറയുന്നുണ്ട്. റോബറിയാണ് മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. സംഭവം രസമായി ചെയ്തിട്ടുണ്ട്. പിന്നെ പലരും ട്രോളുന്നുണ്ട്, ഇതൊരു ബസ്സിലിരിക്കുന്ന മമ്മൂക്ക എന്ന് പറഞ്ഞിട്ട് ട്രോളുന്നുണ്ട്. അങ്ങനെയൊന്നും ഈ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ സ്റ്റോറി, ഒരു കഥ പറയുമ്പോൾ അതിനുള്ള സ്പേസ് കണ്ടെത്തുന്നത് ഡയറക്ടറുടെയും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറൈസേഷൻ്റെ ഒരു കൺസെപ്റ്റ് അല്ലേ. ചില സിനിമകളിൽ നമ്മളെ കടൽ തീരത്തിരുന്ന് കഥ പറയുന്നവരുണ്ട്, ബീച്ചിലിരുന്ന് റോട്ടിലിരുന്ന് കഥ പറയുന്നവരുണ്ട്, വീട്ടിലിരുന്ന് ഫ്ലാഷ് ബാക്ക് പറയുന്നവരുണ്ട്. അതുപോലെ ബസ്സിലിരുന്ന് ഒരു കഥ പറഞ്ഞോട്ടെ, അതൊന്നും വേറെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഈ കഥ പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ എടുത്ത് നമുക്ക് മൂവി ഇത് വരുമ്പോഴുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എഡിറ്റിങ് മാത്രമല്ല, ഇത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ മാക്സിമം എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഭയങ്കര ഒരു ക്രിഞ്ച് പരിപാടി, ഒരുപാട് സീൻസ് ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ. നമുക്ക് പ്രിജഡ്ജ് ചെയ്യാവുന്ന, കാരണം നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്ന പരിപാടികളുണ്ട്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ എടുക്കുന്നെങ്കിലും മേക്കിംഗ് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഡെന്നീസ് തന്നെയാണ് ഇതിൻ്റെ ഇതിൻ്റെ ആക്ഷൻ ചെയ്തിരിക്കുന്നത്. എല്ലാം പുള്ളിക്കാരനാണ് ചെയ്തിരിക്കുന്നത്. കഥ, തിരിക്കുന്ന സംഭാഷണ സംവിധാനം ഒക്കെ തന്നെ
ഒരു മമ്മൂട്ടി ഫാൻ ബോയ് എന്നുള്ള നിലയ്ക്ക് പുള്ളിക്കാരൻ എക്സ്ട്രീം ചെയ്യുന്നുണ്ട്. പക്ഷേ പല സീനുകളിലും പല രംഗങ്ങളിലും ഡയറക്ഷനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് ആദ്യ പകുതിയൊക്കെ. ഇപ്പോൾ ഞാൻ ആസ് എ ഫാൻ ബോയ് എനിക്കും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, ഇത് എങ്ങനെ കൊണ്ടുചെന്ന് എത്തിക്കും. കാരണം സ്റ്റോറി പോകുന്നുണ്ട്, പല കാര്യങ്ങളും സ്പോയിലറോട് പറയാൻ പറ്റുന്നില്ല. ഇത് സ്റ്റോറി ഇങ്ങനെ പോകുന്നുണ്ട്, ഇതിങ്ങനെ പറയുന്നുണ്ട്, പല ഫ്ലാഷ് ബാക്ക് സീൻസുകൾ, പല ഫ്ലാഷ് ബാക്ക് നൈറ്റ് സീനുകൾ, കൊച്ചിയിലെ കുറച്ച് സീനുകൾ കാണിക്കുന്നു, പിന്നെ ബോംബെയിലെ സീനുകൾ കാണിക്കുന്നു, അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഒരു ടൈലൻറ്റ് വേണം, ഇത് ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോൾ നമുക്കൊരു ഹോപ്പ് വേണം. ഇപ്പോൾ ഇതിന് മമ്മൂക്ക അത് ഓപ്പോസിറ്റായിട്ട്, അല്ലെങ്കിൽ ഹക്കീം ഷാണ് ഇതിൻ്റെ മമ്മൂക്കയുടെ ഓപ്പോസായിട്ട് ഉള്ള ഒരാൾ, മീൻസ് ഒരു ലീഡിങ് ആയിട്ടുള്ള മറ്റൊരു വേഷം എന്ന് പറയുന്നത് ഗൗതം വാസുദേവൻ ഉണ്ട്. ഇപ്പോൾ ഹക്കീം ഷാ എന്ന് പറയുന്നത് മമ്മൂക്കാൻ്റെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ലീഡിങ് റോളാണ്. പക്ഷേ ലീഡിങ് റോൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ആക്ടറെ കൊണ്ടുവരാമായിരുന്നു. ഹക്കീം ഷാ ഒരിക്കലും ബുദ്ധിമുട്ടെന്നേ പറയുന്നില്ല. കാരണം പ്രണയവിലാസം അടക്കമുള്ള സിനിമകൾ വളരെ നാച്ചുറലായിട്ട് അഭിനയിച്ചുകൊണ്ട് ഗംഭീരമായിട്ടുള്ള കയ്യടി നേടിയിട്ടുള്ള ഒരു ആക്ടറാണ്. ഞാൻ അദ്ദേഹത്തെ മോശമായി പറയല്ല, പക്ഷേ കുറച്ചുകൂടി ഒരു മെച്യൂർഡായിട്ട് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടല്ലോ. റൊഷാക്കിലൊക്കെ കണ്ണ് കാണിക്കാൻ വേണ്ടി ആസിഫ് അലി കൊടുത്തിട്ടുള്ള ആളാണ് മമ്മൂക്ക എന്ന് പറയുന്നത്, മമ്മൂട്ടി കമ്പനി. ഇത് യൂഡ്ലി ഫിലിംസാണ് അത് പ്രസൻസ് ചെയ്തിരിക്കുന്നത്, സരിഗമ ഇത് പ്രസൻസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രൊഡ്യൂസേഴ്സുണ്ട്, അബ്ബാസിൻ്റെ BGM നൈസായിട്ടുണ്ട്, പല സീനുകൾ ഇദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ കുത്തി കയറ്റിയിട്ടുണ്ട്. ഒരുപാട് ഒരു 10 സിനിമയ്ക്കുള്ള BGM സെയ്ദ് അബ്ബാസ് കുത്തി കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം എന്തല്ലേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, മെല്ലെ മെല്ലെ ചെയ്താൽ മതിയായിരുന്നു. കുറച്ച് ഓവറായിപ്പോയി ചില സീനുകൾ. ക്ലൈമാക്സ് ഞാൻ പറയാം, ക്ലൈമാക്സ് ഇല്ലെങ്കിൽ ബസൂക്കിയില്ല, മമ്മൂട്ടി ആരാധകരും ഇല്ല, തലയിൽ മുണ്ടിട്ട് നടന്നേനെ. പിന്നെ ഐശ്വര്യ മേനോൻ്റെ കുറച്ച് പെർഫോമൻസ് ഉണ്ട്, രസമായി ചെയ്തിട്ടുണ്ട്. പിന്നെ കിരീടൻ ജോസ്, അതൊക്കെ ചെറിയ ചെറിയ റോളുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ശ്രീനാഥ് ബാസി, ക്ലിൻറ്റോ, അവരൊക്കെയാണ് ഇതിൻ്റെ സിംഗേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെയാണ്. നമ്മൾ ഷൈൻ ടോം ചാക്കോ ഇതിലൊരു ചെറിയൊരു ക്യാമിയോ ചെയ്തിട്ടുണ്ട്. ആറാട്ടണ്ണൻ രസമായിട്ട് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. പുള്ളിക്ക് ഡയലോഗ്സ് ഒന്നുമില്ല, പാവം രസമായി ചെയ്തിട്ടുണ്ട്, നല്ല മനുഷ്യനാണ്. ആ ഒരു നോട്ടം ലുക്കൊക്കെ രസമായിട്ട് പുള്ളിക്കാരൻ ഒരു 10 സെക്കൻഡേ ഉള്ളൂ, രസമായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഒരു ഗെയിം ത്രില്ലറാണ്. ഞാൻ പറയാം, ടെമ്പിൾ റണ്ണും അതുപോലെ നോർവ ഗെയിംസുകളൊക്കെ ഈ സിനിമയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ്, ഒരു റോബറിയാണ് മെയിനായിട്ടുള്ളത്. ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് അവസാനം ഇൻ്റർവെല്ലാവുന്നു. അതുവരെ നമുക്ക് വലിയ വികാരങ്ങളൊന്നും തോന്നുന്നില്ല. മമ്മൂക്കയ്ക്ക് അടക്കം പേഴ്സണലി എനിക്ക് എന്തോ ഒരു അരക്ഷിതാവസ്ഥ എന്ന് പറയൂലേ. കാരണം നമുക്ക് ഇറ്റ്സ് നോട്ട് എ സാറ്റിസ്ഫൈഡ് എന്ന് പറയൂല ആ ഒരു സിറ്റുവേഷൻ. കാരണം നമുക്കൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പല സീനുകളൊന്നും. പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷം കുറച്ചങ്ങോട്ട് ഈ പടം പിന്നെ ട്രാക്കിലാവുന്നുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു സാധനം, ഒരു ഐറ്റം നമുക്ക് ഇങ്ങനെ കിട്ടില്ല എന്നുള്ള ആ ഒരു മതിലിൻ്റെ മുകളിൽ തേങ്ങ വീണ് അങ്ങോട്ടും എന്ന് പറഞ്ഞ പോലെ ആ ഒരു പരിപാടി നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് കിട്ടില്ല അത് സാധനം. അപ്പോൾ നമുക്ക് ടെൻഷനാണ്. കാരണം ബസൂക്ക എന്നുള്ള ക്യാരക്ടർ ഇത്രമാത്രം ബിൽഡപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് എന്താ സംഭവം നമുക്ക് അറിയില്ല. പിന്നെ ഈ ബിൽഡപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ക്യാരക്ടറൈസേഷനിലേക്കുള്ള ഒരു വേഗത, ആ ഒരു വേഗത സെക്കൻഡ് ഹാഫിന് ഡിനോ ഡെന്നിസ് നൈസായിട്ട് ഓടിച്ചിട്ടുണ്ട്. 2.5 മണിക്കൂർ അവസാനിപ്പിച്ചത് ഗംഭീര ക്ലാപ്പാണ്. 3-3.5 ഉണ്ടെങ്കിൽ ഈ പടം അട്ടർ ഫ്ലോപ്പ് ആയനെ. പക്ഷേ മാക്സിമം ഇത് സ്പീഡ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് തന്നെ 2.5 മണിക്കൂർ കുറച്ച് അരോചകമായിട്ട് തോന്നി. സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗുണ്ട്, പക്ഷേ ഇതിങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ ഗൗതം വാസുദേവൻ മേനോൻ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളുണ്ട്. ഡബ്ബിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ മലയാളം തമിഴ് എന്ന് പറഞ്ഞില്ല, അദ്ദേഹത്തിന് സമ്മതിക്കില്ല. അദ്ദേഹത്തിന് ആരും ഡബ് ചെയ്ത് കൊടുക്കണ്ടേ? ഇത്ര നല്ല ഡയറക്ടറാണ്, ആക്ടറാണ്. എല്ലാ സിനിമകളിലും പുള്ളിക്കാരൻ സ്വന്തമായി ഡബ് ചെയ്യണം, ഒരു വാശി പോലെയാണ്. എല്ലാ മലയാളം ഫിലിംസിനും പുള്ളിക്കാരൻ്റെ ഭാഷ വേണം. അതിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? അത് പുള്ളിക്കാരൻ ഓൾവേസ് ആളെ ലൈഫിലെ സീരിയസ് ആയിട്ടുള്ള ആക്ടറാണ്, ഒരു മനുഷ്യനാണ്. സിനിമയിലെങ്കിലും കുറച്ചെങ്കിലും ഒന്ന് പൊട്ടൻഷ്യൽ ആവണ്ടേ? മറ്റുള്ളവർക്ക് ഒരു ഡബ്ബിങ്ങിനെങ്കിലും ചാൻസ് കൊടുക്കണ്ടേ? ഞാൻ കുറ്റം പറയല്ല, പക്ഷേ ആ ഡബ്ബിങ് എനിക്ക് മലയാളം കലർന്നിട്ടുള്ള തമിഴ് ഭാഷ കേട്ട് മടുത്ത്. നല്ല ഡബ്ബിങ് ആർട്ടിസ്റ്റുകളില്ലേ? എത്ര ഡബ്ബിങ് ആർട്ടിസ്റ്റുകളുണ്ട് മലയാളത്തിലും തമിഴിലൊക്കെ. ഇല്ലെങ്കിൽ തമിഴ്നാട് ഫുള്ള് തമിഴ് സംസാരിക്കട്ടെ, ഇല്ലെങ്കിൽ മലയാളം ഫുള്ള് മലയാളം സംസാരിക്കട്ടെ. ഇത് രണ്ടും മിക്സായിട്ട് കുറച്ച് ഓക്കെയാണ് പുള്ളിക്കാരൻ, ഞാൻ കുറ്റം പറയല്ല. പക്ഷേ ആ ഒരു പരിപാടി കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് ഇതിലുണ്ട്. സിദ്ധാർത്ഥ് ഭഗവനൊക്കെ ഇതിലുണ്ട്. സിദ്ധാർത്ഥ് ഭഗവൻ എന്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ സിനിമയിൽ. ഒരു ലീഡിങ് ആയിട്ടുള്ള എത്ര നല്ല ആക്ടറാണ്. ഭ്രമയുഗത്തിലൊക്കെ മമ്മൂക്കാൻ്റെ ഒപ്പം കട്ടക്ക് പിടിച്ചിരുന്ന ആക്ടറാണ്. പുള്ളിക്കാരൻ്റെ പരിപാടി ഗംഭീര പരിപാടിയാണ്. എത്ര നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള, കോമഡി ചെയ്തിട്ടുള്ള ആക്ടറാണ്, ആക്ഷൻ ചെയ്തിട്ടുള്ള ആക്ടറാണ്. ഒരുപാട് ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ലൈഫിലും മാത്രമല്ല സിനിമയിലും പെർഫോം ചെയ്യുന്ന ആക്ടറാണ്. ആ പരിപാടിയൊക്കെ പുള്ളിക്കാരന് സിനിമയിൽ കൊടുക്കണ്ടോ? ഡിനോ ഡെന്നിസ് ബ്രോ അതൊന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. സിദ്ധാർത്ഥിൻ്റെ ഒന്നും ആവശ്യം സിനിമയിലില്ല.
ഇത് ലീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മമ്മൂക്കി, അതുപോലെ തന്നെ ഗൗതം വാസുദേവൻ എന്നുള്ള ആ ഒരു പരിപാടിയാണ്. പിന്നെ കുറച്ച് കിരീടൻ ജോസ്, കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ പോട്ടെ, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ സിനിമ ഇൻ്റർവെല്ലിന് ശേഷം അങ്ങനെ ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗംഭീര ഹോപ്പാണ് ഈ സിനിമ ഗംഭീര ആവുന്നത്. പക്ഷേ അപ്പോൾ നമ്മുടെ ടെൻഷൻ അതാണ്. കാരണം ഈ ബസൂക്ക എന്നുള്ള ക്യാരക്ടറിനെ മമ്മൂക്കി ഇങ്ങനെ പ്രസൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയല്ല. ഇത് ഇങ്ങനെ കയറി പൊട്ടണം, ഇത് പൊട്ടുന്നില്ല. സയ്യിദ് അബ്ബാസ് ഇങ്ങനെ ഇടയ്ക്ക് സയ്യിദ് അബ്ബാസ് സ്കോർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ക്യാരക്ടർ പോകണ്ടേ, ഇത് വീണ്ടും ഇതൊരു ആക്ഷൻ ആയാലും മമ്മൂക്കൊക്കെ ഒരു വെയ്യായ്മ, വയസ്സായി നമുക്കറിയാം. പക്ഷേ മാക്സിമം എക്സ്ട്രീമായിട്ട് പുള്ളിയുടെ സ്വയൊക്കെ സെറ്റാട്ടോ. പുള്ളിക്കാരന് ഈ കോട്ടും ചുബൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാലുള്ള പരിപാടി അറിയാമല്ലോ പുള്ളിക്ക്. മുണ്ടെടുത്താലും അതുപോലെ പിന്നെ പുള്ളിക്കാരൻ വിത്തോട്ടായാലും ലുങ്കി എടുത്താലും പുള്ളിക്കാരൻ്റെ പരിപാടി നമുക്കറിയാം. ആ ഒരു സ്വഗ് മമ്മൂക്കാൻ്റെ പോർഷനൊക്കെ പുള്ളിക്കാരൻ എക്സലൻ്റായി ചെയ്തിട്ടുണ്ട്. പക്ഷേ വിത്ത് ഡിറക്ഷൻ, വിത്ത് സ്റ്റോറി ഇതിങ്ങനെ കൊണ്ടുപോകണ്ടേ, അത് നമുക്കത് കാഴ്ചക്കാർക്കത് ഒരു ആസ്വദിക്കാൻ പറ്റണ്ടേ. ആ പരിപാടിയിലെ കുറച്ച് അരോചകമായിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പോയി അവസാനത്തെ ഒരു 30 മിനിറ്റ് ഒരു ഇൻ്റർവെല്ലിന് ശേഷമുള്ള ഒരു 45 മിനിറ്റിന് ശേഷമുള്ള പരിപാടികളുണ്ട്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല, ഗംഭീരമായിട്ടുള്ള പെർഫോമൻസാണ് നമുക്ക് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരുപാട് സ്പോയിലേഴ്സും ഉണ്ട്, അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ഇന്നുവരെ കാണാത്ത എന്ന് പറയുന്നില്ല, കാരണം 500-നടുത്ത് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. പക്ഷേ അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് യാതൊന്നും പറയാനില്ല. കാരണം ഗംഭീരമായിട്ടുള്ള വേഷം, ഒരു രക്ഷയില്ല. ബസൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി നമ്മൾ അവിടെ അപ്പം സ്ട്രീം ചെയ്യാണ് പരിപാടി എന്ന് പറയുന്നത്. അവിടുന്ന് മുതൽ അവസാനത്തെ ക്ലൈമാക്സിൽ മമ്മൂക്കാൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട് എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. കാരണം അവിടെ അതുവരെ ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട, അതുകൊണ്ട് മനസ്സുകൊണ്ട് ചെറുതായിട്ടെങ്കിലും വെറുത്തു പോയിട്ടുള്ള ഡിനോ ഡെന്നീസിനെ എനിക്കവിടെ കാണാൻ സാധിച്ചു. കാരണം എൻ്റെ ക്രൂ, നിമിഷ് രവി അടക്കമുള്ള ഛായാഗ്രഹണം, DOP അടക്കമുള്ളവർ, നിഷാദ് സാറും അതുപോലെ തന്നെ പണിക്കർ അടക്കമുള്ള എഡിറ്റിങ്, ഗംഭീര അബ്ബാസിൻ്റെ ഗംഭീര സ്കോറ്, അതുപോലെ തന്നെ ആക്ഷൻ, ഡിനോ ഡെന്നീസിൻ്റെ ആക്ഷൻ സീക്വൻസ് എല്ലാം സെറ്റായി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല. അവസാനത്തെ 30 മിനിറ്റ് നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ചു. അല്ലെങ്കിൽ മമ്മൂട്ടി ഫാൻ നിങ്ങൾക്ക് ഈ സിനിമ ഉറപ്പായിട്ടും ഈ സിനിമ ഇഷ്ടമായിരിക്കും. പക്ഷേ ആസ് ഒരു നോർമൽ ഫാൻ അല്ലെങ്കിൽ നോർമൽ മൂവി ഫാൻ നിങ്ങൾക്ക് ഈ സിനിമ ഒരു അവറേജ് അനുഭവം മാത്രമായിരിക്കും. കാരണം ഈ സിനിമയിൽ പ്രത്യേകിച്ചൊരു ഒരു മിറാക്കിളൊന്നുമില്ല. ഒരു ഗെയിം ത്രില്ലർ മെത്തേഡിൽ ഈ സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ പോകുന്ന ജോണറിൽ ഒരുപാട് അപാകതകളുണ്ട്, ഇല്ലെന്ന് പറയല്ല. പക്ഷേങ്കിലും ഒരു പരീക്ഷണമാണ്. പരീക്ഷണങ്ങളുടെ തമ്പുരാനായിട്ട് മമ്മൂക്കയുടെ ഒരു പ്രവേശനം അവസാന അരമണിക്കൂർ. സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ആകെ ഇമോഷണലായി പോയി. കാരണം എനിക്ക് തന്നെ ബുദ്ധിമുട്ടായി. കാരണം ഇത് ഇങ്ങനെ എങ്ങനെ ഇത് പ്രസൻറ്റ് ചെയ്യുന്ന അറിയണ്ടേ, ഇത്രമാത്രം ബിൽഡപ്പായിട്ടൊരു ക്യാരക്ടർ. ഇത് ടൈലൻ്റ് വരണ്ടേ, ഇത് ക്ലൈമാക്സ് വേണ്ടേ. ഈ ക്ലൈമാക്സ് എങ്ങനെ എടുക്കും, ഇതിൻ്റെ ട്വിസ്റ്റ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം എക്സ്പെക്റ്റേഷൻ അപ്പുറമായിട്ടുള്ള പരിപാടിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ, ഒരു രക്ഷയില്ല. അൺപ്രഡിക്റ്റബിൾ എക്സ്പീരിയൻസ്, അൺപ്രഡിക്റ്റബിൾ ക്ലൈമാക്സ്, ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് നോക്കാൻ്റെ യാതൊരു രക്ഷയില്ല. കട്ടയ്ക്ക് എൻ്റെ ക്രൂ 30 മിനിറ്റ് എൻ്റെ ക്രൂ മര്യാദയ്ക്ക് പണിയെടുത്തിട്ടുണ്ട്. നെഗറ്റീവ്സ് ഒക്കെ മാറ്റിക്കോ. നിങ്ങൾക്ക് ഈ സിനിമ ആസ് എ ഫാൻ ബോയ് നിങ്ങൾ ഈ സിനിമ കണ്ടാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. ഈ പടം കണ്ടാൽ പൈസ നഷ്ടമാവില്ല, പൈസ പോട്ടെ സമയം നഷ്ടമാവില്ല. പൈസ 100 രൂപ എടുത്തിട്ട് നമുക്ക് ചിലവരൊക്കെ ഒരുപാട് സിനിമ ഇറങ്ങിയിട്ടുണ്ട്, പല സിനിമയും കാണാം. പക്ഷേ ടൈം, ദാറ്റ്സ് അല്ലേ, തിരിച്ച് പിടിക്കാൻ പറ്റാത്തതും തിരിച്ച് കിട്ടാത്തതും ഒന്നേ ഉള്ളൂ, ദാറ്റ്സ് ടൈം. ആ ടൈം നിങ്ങൾക്ക് മുതലാവും. ഇറ്റ്സ് മൈ ഗ്യാരണ്ടി. അവസാനം 30 മിനിറ്റ് മെഗാസ്റ്റാർ മമ്മൂക്ക എന്നുള്ള ആ ഒരു പവർഫുൾ മെത്തേഡ് നിങ്ങൾക്ക് ഗംഭീരമായിട്ട് കാണാൻ സാധിക്കും. അതിനൊപ്പം തന്നെ ഇത് കൊടുത്തിരിക്കുന്ന ഒരു ടൈലൻ്റ് ഉണ്ട്. സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു സെക്കൻഡ് പാർട്ടിനുള്ള ചോയ്സ് വെച്ചിട്ടാണ് ഇത് അവസാനിക്കുന്നത്. പക്ഷേ പേഴ്സണലിൻ്റെ ആഗ്രഹം സെക്കൻഡ് പാർട്ട് വരണമെന്നാണ്. കാരണം രസമായിട്ട് വിത്ത് ആ ക്യാരക്ടറിൽ നമുക്കിന്നെ ക്ലൈമാക്സ് ഓൺവാർഡ്സ് പടം സ്റ്റാർട്ട് ചെയ്യണം. അല്ലാണ്ട് ഡിനോ ഡെന്നീസിൻ്റെ പരിപാടി വേണ്ട, അത് വേണ്ട ആവശ്യമില്ല. ഇത് ഓക്കെ, ഫൈൻ, ഓക്കെ, നമ്മൾ അംഗീകരിച്ച്. പുതിയ ആളാണ്, പയ്യനാണ്, പോട്ടെ, നമ്മൾ അംഗീകരിച്ച്. പക്ഷേ നമ്മൾ പരീക്ഷിച്ചു. പക്ഷേ അത് സക്സസ് ആയിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. സോ വെൽ പ്ലേ മാൻ ഡിനോ ഡെന്നീസ് വിത്ത് മമ്മൂക്ക. പക്ഷേ ഇനി ഈ ചലഞ്ച് ഏറ്റെടുക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഈ ക്ലൈമാക്സ് കൂടി ഇല്ലെങ്കിൽ പടം ഉണ്ടാവില്ല. ആൻഡ് അബ്ബാസ് ഗംഭീരമായിട്ടുള്ള BGM ആണ്, സൂപ്പറായിട്ട് ബ്രോ. ഒരുപാട് ഫസ്റ്റ് വിടാൻ തോന്നുന്നു, ഒരുപാട് നെഗറ്റീവ്സ് വരുന്നുണ്ടായിരിക്കും. കാരണം ഒരുപാട് BGM ഉത്തി മറച്ചിട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും പേടിക്കണ്ട,
ക്യാരി ഓൺ. ഇങ്ങനെ തന്നെയല്ലേ പരിപാടികളൊക്കെ പഠിക്കുക നമ്മൾ, അല്ലേ? അറിയാത്ത കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ ഞാനടക്കം നിങ്ങളടക്കമുള്ള അറിയാത്ത കാര്യങ്ങൾ പഠിക്കും, അല്ലേ? എക്സ്പീരിയൻസ് അതല്ലേ വേണ്ടത്. അപ്പോൾ അടുത്ത പടം അബ്ബാസിൻ്റെ സ്കോറിംഗ് ഗംഭീരമാവട്ടെ. നിമിഷ് ടിവിയുടെ DOPയും രസമായി ചെയ്തിട്ടുണ്ട്, യാതൊരു തർക്കമില്ലാത്ത പരിപാടിയാണ്. ഇനിയെങ്കിലും നമ്മൾ നെഗറ്റീവുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഈ സിനിമയ്ക്ക് കേട്ടോ. ഞാനൊരു ഫാൻ ബോയ് നിലക്ക് പറയാമല്ലോ, ഒരുപാട് സിനിമകൾ ഇറങ്ങിയതായിരിക്കാം. ഇപ്പോൾ എമ്പുരാൻ്റെ റിവ്യൂ ഇട്ടപ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ എമ്പുരാൻ്റെ റിവ്യൂ ഞാൻ ഇട്ട സമയത്ത് ഞാൻ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് എമ്പുരാൻ്റെ റിവ്യൂ ഇട്ട് അതിലെ പൊളിറ്റിക്സ് അതിൻ്റെ സോഷ്യലായിട്ടുള്ള റെലവൻസ് പരിപാടിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. സിനിമ ഫിലിം ഈസ് ഫിലിം. പിന്നെ അതിൻ്റെ ആയിട്ടുള്ള പരിപാടികളൊക്കെ പിന്നെ അത് നമ്മുടെ കാര്യം, എൻ്റെ കാര്യം, എന്നെ സംബന്ധിക്കുന്ന നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ നമ്മൾ ടോട്ടൽ നമ്മളെ അതോറിറ്റി ചിന്തിക്കേണ്ട കാര്യങ്ങളും നിർണായ തീരുമാനങ്ങളുടെ കാലഘട്ടമാണ്. ദാറ്റ്സ് അതർ ഇഷ്യൂ, പോട്ടെ. അപ്പോൾ യൂഡ്ലി ഫിലിംസിൻ്റെ ഒരുപാട് കാലത്തെ പരാജയ ചിത്രങ്ങൾക്ക് ശേഷമുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ചിത്രമാണ് വിഷു, ചിത്രമാണ് ബസൂക്ക. സോ ആസ് എ ഫാൻ ബോയ് ഡെഫിനറ്റ്ലി യു ഷുഡ് വാച്ച് ദിസ് ബസൂക്ക വിത്ത് മമ്മൂക്ക. ഈ ഓണം ഈ വിഷു നിങ്ങൾ ആഘോഷിക്കുക. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് മമ്മൂക്കയുടെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിട്ടോ തിയേറ്ററിലേക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടും. ഓക്കെ, താങ്ക് യു.